ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് നാടൻ ഫ്രൂട്ട്സുകൾ കാണിച്ചു തരാനാ. അപ്പോൾ ഇത് വന്നിട്ട് ആത്തച്ചക്ക എന്ന് പറയും. പഴുത്തിട്ടില്ല, നാളെ സെറ്റായിരിക്കും. ഇത് നാളെയൊക്കെ അരിയിലൊക്കെ വെച്ചെടുക്കുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ടിരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് വന്നിട്ട് നമ്മുടെ കശുമാങ്ങ ഇല്ലേ, അതാണ് ഈ സാധനം. ഇത് ഞാൻ കഴിക്കത്തില്ല, എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പയും ഉമ്മയും കഴിക്കും. പിന്നെ ഉള്ളത് ആഞ്ഞിലി ചക്കയ. അത് മൊത്തം നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ മൊത്തം താഴെ വീണ് പോവുക. നല്ല ഉയരമുണ്ട് ആ മരത്തിന്. അപ്പം നമുക്ക് പിച്ചെടുക്കാനൊക്കെ കയറാൻ ആളെ കിട്ടത്തുമില്ല, നമുക്ക് കിട്ടത്തുമില്ല. സത്യം പറയാമല്ലോ, കുറച്ചൊക്കെ താഴെയൊക്കെ വീണ് കിടക്കുന്നത് നമുക്ക് കുറച്ച് കഴിക്കാൻ കിട്ടും. ഇതൊക്കെ വന്നിട്ട് രണ്ടാമത് എടുത്തത് കൊള്ളത്തില്ല, ആദ്യം എടുത്തത് പിന്നെയും കൊള്ളായിരുന്നു. ഇത് വന്നിട്ട് മുട്ടപ്പഴം എന്ന് പറയും. ഇത് ഞാൻ കഴിക്കാറില്ല. ബേസിക്കലി ഞങ്ങളുടെ വീട്ടിൽ വാപ്പായും ഉമ്മയും കഴിക്കാറ്. ഇത് ആയി വരുന്നതേ ഉള്ളൂ. അടുത്ത ഒരു പേരയ്ക്കയാണ്. ഇത് വന്നിട്ട് ഇന്നലെ പിച്ച് വെച്ചതാ, ഫ്രിഡ്ജിലിരുന്നതാ. മരത്തിൽ നിൽപ്പുണ്ട്, അതായിട്ടില്ല. അപ്പോൾ ഇന്നലെ കിളി കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് അത് അപ്പോഴേ ഞാൻ പിച്ചെടുത്തു. പിന്നെ ഉള്ളത് കുറച്ച് ചക്കയാണ്. ഈ ചക്ക വന്നിട്ട് ഒരു കഴിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ പഴുത്താലൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇത് കൂഴച്ചക്കയാണ്. ഇത് ഫ്രൈ ചെയ്യാനൊക്കെ പറ്റും, നല്ല ചക്കയാണ്. കറി വെക്കാനൊക്കെ പറ്റും. പിന്നുള്ളത് ഒരു 2 പപ്പായ. അതിൽ ഒരെണ്ണം വന്നിട്ട് റെഡ് ലേഡി പപ്പായ എന്ന് പറയും. അപ്പോൾ അത് ആയി വരുന്നതേ ഉള്ളൂ. ഇത് വന്നിട്ട് വേറൊരു ഇനം പപ്പായ, പേരറിയത്തില്ല. അത് കിളിയൊക്കെ കൊത്തി കഴിക്കാൻ പാകത്തിന് ആയിരുന്നതായിരുന്നു. കിളി കൊത്തിയുമ്പോൾ കഴിക്കാൻ പറ്റാതായി. പിന്നുള്ളത് വാഴയാണ്. ഇഷ്ടംപോലെ വാഴയുണ്ട്. പിന്നെ വന്നിട്ട് ഇത് മുള്ളാത്തെന്ന് പറയും, മുള്ളൻചക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നല്ല ആയി വരുന്നതേ ഉള്ളൂ, പക്ഷേ വരുന്നത് മൊത്തം കുരുടിയാണ് വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ സുർണഞ്ചെറിയില്ലേ, നല്ല പുളിപ്പും ചെറുതായിട്ടൊരു മധുരം എരിവൊക്കെ ആയിട്ടുള്ളൊരു പഴമാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ല, പൂത്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് കായ്ക്കാത്തൊരു റംബൂട്ടാണ്. അത് ഇതുവരെ കായ്ച്ചിട്ടില്ല, ഇങ്ങനെ വളർന്ന് വന്നിട്ടേ ഉള്ളൂ. ഇത് ഞങ്ങൾ മേടിച്ച് വെച്ചിട്ട് കുറച്ചായി, 1 വർഷത്തിലധികം ആയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഒന്നും കായ്ച്ചിട്ടില്ല. പിന്നെ ഇത് ഇരുമ്പമ്പൊടി ഫ്രൂട്ടാണോന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ആർക്കും വേണ്ട. മൊത്തം ഇങ്ങനെ ഒരുപാട് പിടിച്ച് വന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും ഉണ്ട്. വെറുതെ കഴിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ മൊത്തം പൊഴിഞ്ഞു പോവുക തറയിൽ കിടന്ന്. ഇത് ചുമ്മാ അതിൻ്റെ കൂട്ടത്തിലിരിക്കട്ടെ, മുല്ലപ്പൂവിൻ്റെ സീസണല്ലേ. അപ്പോൾ മുല്ലപ്പൂവൊക്കെ നന്നായി വിരിഞ്ഞ് കിടപ്പുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നല്ല മണമാണ്. അത് മരത്തിൽ നിൽക്കുന്നതാണ് സത്യം പറഞ്ഞ മണം. ഞാൻ പിന്നെ ഒരെണ്ണം കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.